ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യമില്ല. ഇരുവർക്കുമെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് സുപ്രീം കോടതി. അതേസമയം മറ്റ് 5 പ്രതികൾക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. 2020-ലാണ് UAPA ചുമത്തി ഉമർ ഖാലിദിനെ ഉൾപ്പെടെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓരോ പ്രതികളുടെയും വാദം പ്രത്യേകമായി പരിഗണിച്ചായിരുന്നു സുപ്രീം കോടതി ജഡ്ജിമാരായ അരവിന്ദ് കുമാർ, NV അഞ്ചാര്യ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ വിധി. ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും എതിരായ കുറ്റം വ്യത്യസ്തമെന്നും ഇരുവർക്കുമെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നിഷേധിച്ചത്. അതേസമയം മറ്റു പ്രതികളായ 5 പേർക്കും കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഗുൽഷിഫ ഫാത്തിമ, മീരാൻ ഹൈദർ, മുഹമ്മദ് സലീം ഖാൻ, ഷിഫ ഉമർ റഹ്മാൻ, ഷിഫ ഉർ റഹ്മാൻ, ഷദാബ് അഹമ്മദ് എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. 5 പ്രതികൾക്കും ജാമ്യം നൽകുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാക്കുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജാമ്യവ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ വിചാരണ കോടതിക്ക് ജാമ്യം റദ്ദാക്കാമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിചാരണ വൈകുന്നത് ജാമ്യം ലഭിക്കുന്നതിനുള്ള കാരണമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. 1 വർഷത്തിനു ശേഷം ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിചാരണയിലെ കാലതാമസം ഒഴിവാക്കണമെന്നും കാലതാമസമില്ലാതെ പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.